സംസ്ഥാന സെക്രട്ടറിയും ലീഗ് വിരുദ്ധനുമായ ഉമർ ഫൈസി മുക്കത്തിനെതിരെ യൂത്ത് ലീഗ് UDF-നെതിരെ വസ്തുതാവിരുദ്ധ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് ആരോപണം. ഉമർ ഫൈസി സമസ്ത മുഷാവറ അംഗം എന്ന പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്നും സമസ്ത നടപടിയെടുക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, എന്ത് കാരണത്താലാണ് യൂത്ത് ലീഗ് ഇപ്പോൾ ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് CPIM സംഘടിപ്പിച്ച വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചതിനാണ് ഇപ്പോൾ ഉമർ ഫൈസി മുക്കത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം സമസ്തയിലെ പോഷക സംഘടനകൾ ഉമർ ഫൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. ആ സെമിനാറിൽ ഉമർ ഫൈസി പറഞ്ഞത് 2 അമുസ്ലിം അംഗങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര നിർദ്ദേശം, അതിന്റെ ഭാഗമായി 2 RSS അനുകൂലികളെ സർക്കാർ നിയമിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത് വസ്തുതാവിരുദ്ധമാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ സർക്കാരാണ് അത്തരത്തിലുള്ള 2 മുസ്ലിങ്ങളെ അംഗങ്ങളാക്കാമെന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്നത് സമസ്തയുടെ മുഷാവറ അംഗമാണ്. അപ്പോൾ ആ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഈ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി.